വനപ്രദേശങ്ങളിലെ ലഹരി നിർമ്മാർജ്ജനത്തിന് എക്സൈസിന്റെ സഹായം തേടാൻ വനംവകുപ്പ്. ആദിവാസി ഊരുകളിൽ സംയുക്ത ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. കൂടിയാലോചനയ്ക്ക് ഈ മാസം 21-ന് ഇരുവകുപ്പുകളുടെയും സംയുക്ത യോഗം ചേരും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ എന്താണ്? സംസ്ഥാനത്ത് വനമേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമായി വർദ്ധിച്ചെന്ന വനംവകുപ്പിന്റെ ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വനം പ്രദേശങ്ങളിലെ ലഹരി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് എക്സൈസിന്റെ കൂടുതൽ സഹായം തേടാൻ വനംവകുപ്പ് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. ആദിവാസി ഊരുകളിൽ വനംവകുപ്പും ഒപ്പം തന്നെ എക്സൈസ് വകുപ്പും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾക്ക് ഈ മാസം 21-ന് ഇരു വകുപ്പുകളുടെയും സംയുക്ത യോഗം ചേരും. ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ, എക്സൈസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വനം ഡിവിഷൻ, ഫോറസ്റ്റ് തലങ്ങളിൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടക്കുക. ഈ അടുത്ത സംസ്ഥാനത്ത് ഈ കാട്ടാന ആക്രമണത്തിൽ ഉൾപ്പെടെ മരണപ്പെട്ട ആളുകളുടെ ശരീരത്തിൽ ഈ മദ്യത്തിന്റെ ഉൾപ്പെടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു എന്നൊരു വിവരം കൂടി വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ വനപ്രദേശങ്ങളിൽ മദ്യപിച്ച ആളുകൾ പ്രവേശിക്കുകയും അത് അത്തരത്തിൽ കാട്ടാന ഉൾപ്പെടെയുള്ള അക്രമങ്ങളിൽ കടക്കുന്നു എന്നൊരു നിഗമനമുണ്ട്. ഒപ്പം തന്നെ ഈ ആദിവാസി ഊരുകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ വനത്തിനുള്ളിലെ ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും വലിയ തോതിൽ ലഹരി ഉപയോഗം ഇല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സംയുക്തമായി എക്സൈസിനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സംയുക്ത നീക്കത്തിന് വനംവകുപ്പ് തയ്യാറെടുക്കുന്നു. എന്തായാലും 21-ാം തീയതി ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുക. എന്തായാലും വലിയൊരു ക്യാമ്പയിൻ സംസ്ഥാനത്തെ വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, ആദിവാസി ഊരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ തന്നെയാണ് വനം വകുപ്പിന്റെ തീരുമാനം. റിജിത്ത്.